ഒന്ന്. മോക്ക ചുഴലിക്കാറ്റ്. മോക്ക ചുഴലിക്കാറ്റ് വീശിയത് 2023 മെയ് മാസത്തിൽ ബംഗാൾ ഉൾക്കടലിലാണ്. മോക്ക എന്ന പേര് നൽകിയത് യമൻ എന്ന രാജ്യമാണ്. മോക്ക ചുഴലിക്കാറ്റ് കാരണം നാശമുണ്ടായ പ്രദേശങ്ങൾ ബംഗ്ലാദേശ്, മ്യാൻമാർ തുടങ്ങിയവയാണ്. മ്യാൻമാറിൽ മോക്ക വീശിയതിനെ തുടർന്ന് ഉണ്ടായ നഷ്ടങ്ങൾ നികത്താൻ ഇന്ത്യ തുടങ്ങിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ. ഒന്ന്. മോക്ക ചുഴലിക്കാറ്റ് വീശിയത് ബംഗാൾ ഉൾക്കടൽ. ആ പേര് നൽകിയ രാജ്യം യമൻ. മോക്ക ചുഴലിക്കാറ്റ് ബാധിച്ച പ്രദേശങ്ങൾ ബംഗ്ലാദേശ്, മ്യാൻമാർ. 2. ബിപർജോയ് ചുഴലിക്കാറ്റ് വീശിയത് 2023 ജൂൺ മാസത്തിൽ അറബിക്കടലിലാണ്. ബിപർജോയ് ചുഴലിക്കാറ്റ് വീശിയത് 2023 ജൂണിൽ അറബിക്കടലിലാണ്. ബിപർജോയ് എന്ന വാക്കിൻ്റെ അർത്ഥം ദുരന്തം എന്നാണ്. ആ പേര് നൽകിയത് ബംഗ്ലാദേശ് എന്ന രാജ്യമാണ്. ബിപർജോയ് നാശം വിതച്ച പ്രദേശം ഇന്ത്യയിലുള്ള ഗുജറാത്താണ്. 2. ബിപർജോയ് ചുഴലിക്കാറ്റ് വീശിയത് 2023 ജൂണിൽ അറബിക്കടലിൽ. ബിപർജോയ് എന്ന വാക്കിൻ്റെ അർത്ഥം ദുരന്തം. ആ പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശ്. ബിപർജോയ് കാരണം ദുരിതം ബാധിച്ച പ്രദേശമാണ് ഇന്ത്യയിലുള്ള ഗുജറാത്ത്. 3. തേജ് ചുഴലിക്കാറ്റ് വീശിയത് 2023 ഒക്ടോബറിൽ അറബിക്കടലിലാണ്. തേജ് എന്ന വാക്കിൻ്റെ അർത്ഥം വേഗത എന്നാണ്. തേജ് മൂലം നാശനഷ്ടം സംഭവിച്ച രാജ്യം യമനാണ്. തേജ് എന്ന പേര് നൽകിയത് ഇന്ത്യയാണ്. 3. തേജ് ചുഴലിക്കാറ്റ് വീശിയത് 2023 ഒക്ടോബറിൽ അറബിക്കടലിലാണ്. തേജ് എന്ന വാക്കിൻ്റെ അർത്ഥം വേഗത എന്നാണ്. തേജ് ബാധിച്ച് നാശനഷ്ടം സംഭവിച്ച രാജ്യം യമനാണ്. തേജ് എന്ന പേര് നൽകിയത് ഇന്ത്യയാണ്. 4. ഹമൂൺ ചുഴലിക്കാറ്റ് വീശിയത് 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിലാണ്. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ ചുഴലിക്കാറ്റിന് നൽകിയ പേരാണ് ഹമൂൺ. ഹമൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ചതുപ്പ് എന്നാണ്. ആ പേര് നൽകിയത് ഇറാനാണ്. ഇറാൻ രാജ്യമാണ് ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. ഹമൂൺ ചുഴലിക്കാറ്റ് കാരണം നാശം വിതച്ച രാജ്യമാണ് ബംഗ്ലാദേശ്. 4. ഹമൂൺ ചുഴലിക്കാറ്റ് വീശിയത് 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ. ഹമൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ചതുപ്പ്. ആ പേര് നൽകിയ രാജ്യം ഇറാൻ. ഹമൂൺ ചുഴലിക്കാറ്റ് കാരണം നാശം വിതച്ച രാജ്യം ബംഗ്ലാദേശ്. 5. മിഥിലി ചുഴലിക്കാറ്റ് വീശിയത് 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിലാണ്. മിഥിലി എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ മരം എന്നാണ്. ആ ചുഴലിക്കാറ്റിന് മിഥിലി എന്ന പേര് നൽകിയത് മാലിദ്വീപാണ്. മിഥിലി ചുഴലിക്കാറ്റ് കാരണം നാശം വിതച്ചത് ബംഗ്ലാദേശിലാണ്. 5. മിഥിലി ചുഴലിക്കാറ്റ് വീശിയത് 6. മിച്ചോങ് ചുഴലിക്കാറ്റ് വീശിയ സ്ഥലം 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ. മിച്ചോങ് എന്ന പദത്തിൻ്റെ അർത്ഥം ശക്തി, അതുപോലെ പിൻവാങ്ങൽ എന്നെല്ലാമാണ്. മിച്ചോങ് എന്ന പേര് നൽകിയ രാജ്യം മ്യാൻമാർ. മിച്ചോങ് കാരണം നാശം വിതച്ച പ്രദേശങ്ങൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവയാണ്. 6. മിച്ചോങ് ചുഴലിക്കാറ്റ് വീശിയ സ്ഥലം 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ. മിച്ചോങ് എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തി അല്ലെങ്കിൽ പിൻവാങ്ങൽ. മിച്ചോങ് എന്ന പേര് നൽകിയ രാജ്യം മ്യാൻമാർ. മിച്ചോങ് ചുഴലിക്കാറ്റ് കാരണം നാശം ബാധിച്ച പ്രദേശങ്ങൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.